ശ്രീ വി പി ഷാജി, ഏതായാലും നമുക്ക് ഇനി കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ്. അർജന്റീന കേരളത്തിലേക്ക് പന്ത് തട്ടാൻ എത്തുന്നു എന്ന ഏറ്റവും വലിയ സന്തോഷത്തിലാണ് ഓരോ കായിക പ്രേമിയും. വെല്ലുവിളികൾ ഒരുപാടുണ്ട് ഇനിയും നമ്മുടെ മുൻപിൽ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം, കൂടുതൽ സംവിധാനങ്ങൾ കൊണ്ടുവരണം, സ്റ്റേഡിയത്തിലെ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, അർജന്റീന വരുന്നു എന്നത്. ഈ ഘട്ടത്തിൽ, ഈ മൊമെന്റിൽ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? ആ വാർത്ത കേട്ടതോട് കൂടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ലോക ചാമ്പ്യന്മാർ മെസ്സി അടക്കമുള്ള അർജന്റീനൻ താരങ്ങൾ കേരളത്തിലെത്തുന്നു. എനിക്ക് തോന്നുന്ന അർജന്റീന കഴിഞ്ഞാൽ തന്നെ അർജന്റീനയിൽ ഇത്രയധികം ആരാധിക്കുന്ന ആൾക്കാരുള്ള സ്ഥലം കേരളമായിരിക്കും. സത്യം. കഴിഞ്ഞ വേൾഡ് കപ്പ് തൊട്ട് തന്നെ, വേൾഡ് കപ്പ് അല്ല 86 വേൾഡ് കപ്പ് തൊട്ടിട്ട് അർജന്റീനൻ ആരാധകർ കൂടി വരുകയായിരുന്നു. മറഡോണയുടെ വരവോടി അന്നാണ് ടി വിയിൽ കളി കാണുന്നത്. അന്ന് തൊട്ട് മറഡോണ വേൾഡ് കപ്പ് എടുക്കുന്ന ആ സന്ദർഭം തൊട്ട് അർജന്റീന ആരാധകർ എന്നും കൂടുകയേ വന്നുള്ളൂ. അന്നോട്ടുള്ള ഒരു ആരാധകൻ കൂടിയാണ് ഞാനും കൂടി. അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അതിൻ്റെ മെസ്സി ഒരു വേൾഡ് കപ്പ് എടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അതും കണ്ടു. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ പോയി കളി കണ്ടു. അപ്പോൾ ആ ടീം മെസ്സി അടക്കമുള്ള അർജന്റീനൻ താരങ്ങൾ കേരളത്തിലേക്ക് വരുവാന്ന് പറഞ്ഞാൽ തന്നെ കേരളത്തിൽ അതെന്തായാലും ഒരു വലിയൊരു ഉത്സവമായിരിക്കും. പല കാര്യങ്ങളിലും മാറ്റം ഉണ്ടാവും. ഇതൊക്കെ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഫുട്ബോളിൻ്റെ ലെവൽ തന്നെ മാറുമായിരിക്കും. ഒരുപാട് അക്കാഡമികളിലും അതിന് വളരെയധികം പ്രോത്സാഹനങ്ങളും ഒരുപാട് ബിസിനസ്സുകാരും ചേർക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അർജന്റീന കേരളത്തിലേക്ക് ഫുട്ബോൾ കളിക്കാൻ വരുന്നു എന്നതോടൊപ്പം തന്നെ അവരുടെ ഒരു അക്കാഡമിയും ഇവിടെ തുടങ്ങാൻ തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്നതാണ് ഫുട്ബോളിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെ, ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ മാറും. ഒരുപാട് ഗ്രൗണ്ടുകൾ വരും. അപ്പം ഇപ്പോൾ അർജന്റീനയെ പോലത്തെ ടീം വന്ന് കളിക്കുകയാണെങ്കിൽ അത് ലോകോത്തര നിലവാരമുള്ള ഗ്രൗണ്ടിലായിരിക്കണം. ആ ഗ്രൗണ്ടിന് വേണ്ട അനുബന്ധ സൗകര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഒരുപാട് തയ്യാറെടുപ്പുകൾ എന്തായാലും കേരളം നടത്തേണ്ടി വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി നവംബറിൽ അവിടെ സംഘം ഇവിടെ എത്തുന്നുണ്ട്. എന്തായാലും ഈ ന്യൂസ് എന്തായാലും വളരെ സന്തോഷകരമായ ഒരു ന്യൂസാണ്. അതുപോലെ കേരളത്തിൽ അർജന്റീനയുടെ ഒരു അക്കാഡമി വരുമെന്ന് പറഞ്ഞാൽ അത് വളർന്നു വരുന്ന താരങ്ങൾക്ക് വലിയൊരു നേട്ടം കൂടിയായിരിക്കും. ആ അക്കാഡമിയോടനുബന്ധിച്ച് തന്നെ ഒട്ടനവധി മറ്റുള്ള ക്ലബ്ബുകളായാലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ കേരളത്തിലോട്ട് വരും. അപ്പോൾ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഫുട്ബോളിനോടുള്ള ഇത് പഴയ കാലത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, തിരികെ പോകാൻ പറ്റുമല്ലേ? അതെ അതെ അതെ. ഒരുപാട് കാണികൾ ഗ്രൗണ്ടിൽ വന്നുകൊണ്ടിരുന്ന കാലമായിരുന്നു. അതൊക്കെ മാറി ഇപ്പം കുറച്ച് കാണികളൊക്കെ ശുഷ്കിച്ചു. അപ്പം തീർച്ചയായിട്ടും കാണികളെ ഗ്രൗണ്ടിലേക്ക് വരാൻ ഇതുപോലെ ലോകോത്തര താരങ്ങൾ വരുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ISLൻ്റെ വരവോടുകൂടി ഇപ്പം കേരള സൂപ്പർ ലീഗ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സംസാരിക്കുമ്പോൾ നാളെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അതെ അതെ, തീർച്ചയായിട്ടും ഇത് ഈ വാർത്തയും കൂടി വളരെ സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്.